മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ്. അഡ്മിഷൻ സ്റ്റാർട്ടഡ് LKG to 9th ആൻഡ് ട്രെൻഡ് പ്രീ സ്കൂൾ, KMO ഇംഗ്ലീഷ് ഹൈസ്കൂൾ, പിലാക്കോട്ടുപാടം, കരുളായി. തുവൂർ കമാനം വഴി വാഹനങ്ങൾക്ക് നിയന്ത്രണം. ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള 4 ചക്ര വാഹനങ്ങൾ വരെയുള്ളവയ്ക്കാണ് യാത്രാ അനുമതിയുള്ളത്. വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതലാണ് നിയന്ത്രണം പ്രാബല്യത്തിൽ വരിക. വ്യാഴാഴ്ച ചേർന്ന യോഗത്തിലാണ് തീരുമാനം. റെയിൽവേ മേൽപ്പാലം ബലപ്പെടുത്തുന്ന പ്രവൃത്തി നടക്കുന്നതിനാലാണ് നിയന്ത്രണം. തുവൂർ കമാനം വഴി വാഹനങ്ങൾക്ക് നിയന്ത്രണം. ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള 4 ചക്ര വാഹനങ്ങൾ വരെയുള്ളവയ്ക്കാണ് യാത്രാ അനുമതിയുണ്ടാവുക. വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതലാണ് നിയന്ത്രണം പ്രാബല്യത്തിൽ വരിക. വ്യാഴാഴ്ച ചേർന്ന യോഗത്തിലാണ് തീരുമാനം. റെയിൽവേ മേൽപ്പാലം ബലപ്പെടുത്തുന്ന പ്രവൃത്തി നടക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. മെയ് 5 പുലർച്ചെ കമാനം മേൽപ്പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണ് അപകട സാഹചര്യം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് 100 വർഷം മുൻപ് നിർമ്മിച്ച മേൽപ്പാലം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചത്. ഇത് തകർന്നതോടെ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും പാലം അപകടാവസ്ഥയിലാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാലം ബലപ്പെടുത്തണമെന്ന നിഗമനത്തിൽ എത്തുകയും ചെയ്തു. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 4 ഭാഗത്തും കോൺക്രീറ്റിൽ ചരിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാണ് പാലം ബലപ്പെടുത്തുക. പ്രവൃത്തി നടക്കുമ്പോൾ കമാനം വഴിയുള്ള വാഹനഗതാഗതം നിയന്ത്രിക്കണമെന്ന് നേരത്തെ അഭിപ്രായം ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീനയുടെ അധ്യക്ഷതയിൽ റെയിൽവേ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും പോലീസും ജനപ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിലാണ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊണ്ടത്. അതിൻ്റെ അപകടം വളരെ വലുതാണ്. ഇനി വലിയൊരു ഇൻസിഡൻറ്റ് ഇനി അവിടെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്കത് കുറച്ച് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെല്ലാവരും സഹകരിക്കുക. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ റെയിൽവേയുടെ AI ഉണ്ട്, അതുപോലെ തന്നെ PWD AI ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ തരുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് പ്രിയപ്പെട്ട ജനങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുക. വലിയൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ആളുകളും മാക്സിമം ഇതിനോടൊപ്പം സഹകരിക്കുക. നമുക്കറിയാം, വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം സാധാരണക്കാർ ഉപയോഗിക്കുന്ന ബസ് സൗകര്യങ്ങൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണെന്ന് മാത്രം കരുതിക്കൊണ്ട് എല്ലാവരും ഇതിനോടൊപ്പം സഹകരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം തന്നെയാണ് എനിക്ക് പറയാൻ. വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ നിയന്ത്രണം പ്രാബല്യത്തിൽ വരും. ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്കാണ് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുക. 4 ചക്രം വരെയുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണമില്ല. 3 ആഴ്ചക്കകം പ്രവൃത്തി പൂർത്തീകരിച്ച് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നിലവിലിപ്പോൾ വലിയ വാഹനങ്ങളുടെ ചെറിയ വാഹനങ്ങൾ വിടാനുള്ള ഒരു സംവിധാനത്തിലാണ് നമ്മൾ ഏർപ്പെട്ടത് നിലവിൽ. അപ്പോൾ അതിൽ എനിക്ക് പറയാമെന്ന് നമ്മൾ എല്ലാവരും സഹകരിച്ച്, നാട്ടുകാരെ കൂടി സഹകരിച്ച് നമ്മുടെ കൂടെ നിന്ന് നമ്മളോട് സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ അതല്ലാതെ ഇപ്പോൾ വേറെ മാർഗം താൽക്കാലികമായിട്ടില്ല. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി, വേറെ നമുക്കെല്ലാവരും മനസ്സിലാക്കി ഒന്ന് ഒരുമിച്ച് നിന്ന് എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്ക് ഒരുമിച്ച് പോകണമെന്നാണ് പറയുന്നത്. വാഹന നിയന്ത്രണത്തിന് പോലീസ് കാവലും ഏർപ്പെടുത്തും. മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നാളെ അർദ്ധരാത്രി മുതൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ മിനിമം ഒരു 3 ആഴ്ച വേണ്ടി വരുന്ന പറയുന്നത്. ആ ഡേറ്റ് നമ്മൾ പറയുന്നില്ല. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ നാളെ അർദ്ധരാത്രി മുതൽ ഹെവി വെഹിക്കിൾസ്, ഈ 4 വീലർ അല്ലാതെ ഹെവി വെഹിക്കിൾസ് അതിലൂടെ യാത്ര ചെയ്യാൻ പാടുള്ളതല്ല എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതേസമയം സമാന്തര പാതകൾ ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തുവൂർ.